രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യത്തിൽ ഇന്നും പ്രതിഷേധം. പാലക്കാട് MLA ഓഫീസിലേക്കുള്ള BJP മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഇക്ബാൽ അറക്കൽ. പ്രതിഷേധം, ഏറ്റുമുട്ടൽ അതൊക്കെ തുടരുകയാണ്. MLA അങ്ങോട്ട് വരാനുള്ള പ്ലാനൊന്നും ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? ഈ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തിയാൽ രാഹുലിനെ തടയുമെന്ന് നേരത്തെ തന്നെ DYFIയും BJPയും പ്രഖ്യാപിച്ചതാണ്. അതിന് പിന്നാലെയാണ് രാഹുലിനെ തിരക്കിട്ട് പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള നീക്കം കോൺഗ്രസിനകത്ത് തന്നെ നടക്കുന്നു എന്ന വിവരം പുറത്തു വന്നത്. ഏതെങ്കിലും അസോസിയേഷനുകളുടെയോ അല്ലെങ്കിൽ ക്ലബ്ബുകളുടെയോ പരിപാടികളിലേക്ക് രാഹുലിനെ പങ്കെടുപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നതെന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. ഇതിന് പിന്നാലെയാണ് രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ തടയും എന്നൊരു മുന്നറിയിപ്പുമായി BJP തന്നെ വീണ്ടും രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. അസോസിയേഷനുകളുടെയോ അല്ലെങ്കിൽ ക്ലബ്ബുകളുടെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംഘടനകളുടെയോ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ രാഹുലിനെ തടയും. സംഘാടകർ, അതായത് ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്ന, രാഹുലിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഘാടകർ ഈ പ്രതിഷേധ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഈ പരിപാടി സംഘടിപ്പിക്കാനെന്നുള്ളതാണ് BJP ഒരു മുന്നറിയിപ്പായി നൽകുകയും ചെയ്തത്. മാത്രമല്ല, ഇത്തരത്തിലൊരു പ്രഖ്യാപനം BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കൃഷ്ണകുമാർ നടത്തിയതിന് പിന്നാലെ തന്നെ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇന്നും പാലക്കാട് BJP നടത്തിയിരുന്നു. BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം നടന്നത്. MLA ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിലേക്ക് 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാത്രമല്ല, പിന്നീട് പ്രവർത്തകർ ഈ മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാവാതെ വന്നതോടുകൂടി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ്. ഏതായാലും രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ രാഹുലിനെ തടയും എന്ന നീക്കത്തിൽ തന്നെയാണ് ഇപ്പോഴും BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ. DYFIയും സമാന രീതിയിൽ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ തടയുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തതാണ്. സുജയ. ഓക്കെ, താങ്ക് യു. ഇക്ബാൽ അറക്കലാണ് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ വരുന്ന